നോമ്പ് ചിന്തകൾ 7-ാം ബുധൻ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 36 വരെ തിരുവചനങ്ങൾ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ തൻ്റെ ഈ ലോകത്തിലെ അവസാന സമയങ്ങളിൽ നൽകുന്ന പ്രധാനപ്പെട്ട ചില പ്രബോധനങ്ങളും ഓർമ്മപ്പെടുത്തലുകളുമാണ്. ഈശോ ശിഷ്യരോട് പറയുന്നു, മനുഷ്യപുത്രൻ മഹത്വപ്പെടുവാനുള്ള സമയമായിരിക്കുന്നു. തുടർന്ന് അവിടുന്ന് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞെങ്കിലേ പുതിയ ചെടിയുണ്ടാകൂ. തൻ്റെ സഹന മരണ ഉത്ഥാനങ്ങളെക്കുറിച്ചുള്ള ഈശോയുടെ ഓർമ്മപ്പെടുത്തലാണ് ഇത്. അതുപോലെ നമ്മുടെയും സഹനവും മരണവുമെല്ലാം രക്ഷാകരമാണെന്ന് വചനത്തിലൂടെ ഈശോ ഓർമ്മിപ്പിക്കുന്നു. ഈശോ പറയുന്നു, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. താൻ ഏത് വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് ഈശോ ഇത് പറഞ്ഞത് എന്നും നാം തുടർന്ന് വായിക്കുന്നുണ്ട്. ഈശോ മറ്റുള്ളവരെ ആകർഷിച്ചത് ഭൗതികമായ വ്യക്തിപ്രഭാവങ്ങളിലൂടെയോ വിജ്ഞാനത്തിലൂടെയോ സ്ഥാനമാനങ്ങളിലൂടെയോ ഒന്നുമല്ല, മറിച്ച് കുരിശിലൂടെയാണ്. കുരിശിലുയർത്തപ്പെട്ട തന്നിലേക്ക് എല്ലാവരെയും ആകർഷിക്കും എന്നാണ് ഈശോ പറഞ്ഞത്. അതെ, കുരിശുമരണത്തിലൂടെയും തുടർന്നുള്ള ഉത്ഥാനത്തിലൂടെയുമാണ് ഈശോ മനുഷ്യരെ തന്നിലേക്ക് ആകർഷിച്ചത്. നോമ്പുകാലത്തിൻ്റെ ഈ അവസാനത്തിൽ ഈശോയുടെ കുരിശും മരണവും ഉത്ഥാനവുമെല്ലാം നാം ധ്യാനിക്കുമ്പോൾ ഇതിലേക്ക് നാമും ആകർഷിക്കപ്പെടാനും അനുഗ്രഹിക്കപ്പെടാനും നമുക്ക് ആഗ്രഹിക്കാം. അതിനായി പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.